തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ദുരൂഹ സമാധി സ്ഥലം എന്ന് തുറക്കണമെന്നതിൽ തീരുമാനം നാളെ. കല്ലറ തുറക്കുന്നതിനെതിരെ കടുത്ത എതിർപ്പുമായി കുടുംബവും ഹിന്ദു ഐക്യവേദിയടക്കം ഉള്ള സംഘടനകളും രംഗത്തെത്തിയതോടെയാണ് പൊളിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചത്. നോട്ടീസ് നൽകിയ ശേഷം കല്ലറ പൊളിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കം. കോടതി വഴി നിയമ നടപടിയുമായി പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. സമാധി സ്ഥലം തുറക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. കല്ലറ പൊളിക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം നാട്ടുകാരും തടിച്ചുകൂടിയതോടെ സംഘർഷാവസ്ഥയായി. പ്രതിഷേധിച്ച കുടുംബാംഗങ്ങളെ ബലം പ്രയോഗിച്ചാണ് പോലീസ് വീടിനുള്ളിലേക്ക് മാറ്റിയത്. സ്ഥലം പരിശോധിക്കാൻ RDOയും DYSPയും എത്തി. മണിക്കൂറുകൾ നീണ്ട ചർച്ചയിലും സമവായം എത്താനായില്ല. സംഘർഷാവസ്ഥ തുടർന്നതോടെ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ സമവായ ചർച്ച നടത്തി. ഗോപൻ സ്വാമിയുടെ മക്കളായ സനന്ദനെയും രാജസേനെയും അഭിഭാഷകനെയും വിളിപ്പിച്ചു. അപ്പോൾ വീണ്ടും നമ്മൾ അവരുടെ ഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത്. അപ്പം അതിന്റെ ഇതിൽ നമ്മൾ പുതിയൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് വീണ്ടും ഇതായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ തൽക്കാലം അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഡിഫ്യൂസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് നിലവിലൊരു തീരുമാനം. അതിനുശേഷം ഒരു വിദഗ്ധ പരിശോധന നടത്തിയിട്ട് ഇതിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ലീഗൽ ഗ്രൗണ്ട്. അവരോട് നമ്മൾ ലീഗൽ ആംഗിൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. DYSP അവരോട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർ ഓക്കെ ആണെന്നുള്ളൊരു കാര്യം നമ്മൾ അവരോട് തന്നെ ചോദിക്കണം. പക്ഷെ നമ്മൾ അവരോട് ബന്ധപ്പെട്ട അഡ്വക്കേറ്റിനെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. കുറച്ച് പേരുടെങ്കിലും ആരോപണം ഇതിലിപ്പം റിലീജിയസ് ആംഗിൾ അല്ലെങ്കിൽ കമ്മ്യൂണൽ ആംഗിൾ കൊണ്ടുവരാൻ നോക്കുന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ പ്യുവർലി ലീഗൽ ബേസിസിൽ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പം അതിന്റെ പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബാക്കി നടപടികൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. നെയ്യാറ്റിൻകര ആറാലുമൂട് സ്വദേശി 70 വയസ്സുകാരനായ ഗോപൻ സ്വാമി വ്യാഴാഴ്ചയാണ് മരണപ്പെട്ടത്. നാട്ടുകാർ ദുരൂഹത ആരോപിച്ചതിനെ തുടർന്നായിരുന്നു കല്ലറ തുറന്നു പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ജനം, തിരുവനന്തപുരം.